നമ്മൾ കഴിഞ്ഞ ദിവസം സർക്കിൾ മെഷറിലെ മൂന്നാമത്തെ സെക്ഷനായ ഏരിയയാണ് സ്റ്റാർട്ട് ചെയ്ത സെക്ഷൻ. അപ്പൊ ആ ഏരിയയെ കുറിച്ച് നമ്മൾ 2 നോട്ടുകളാണ് ബുക്കിനകത്ത് എഴുതി വെച്ചേക്കുന്നത്. ആദ്യത്തെ നോട്ട് അമൃത ഒന്ന് വായിച്ചേ. The area of a circle is half the product of its circumference and radius. അപ്പൊ നമ്മൾ ആരെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്? സർക്കിളിന്റെ ഏരിയ. ഒരു സർക്കിളിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഈ സർക്കിളിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് അമൃതയെ ഞാൻ ക്ലാസ്സിൽ പറഞ്ഞു തന്നത്. ഈ വൃത്തത്തിന്റെ പരപ്പളവ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു അതിന്റെ അർത്ഥം? സർക്കിളിന്റെ സർക്കംഫറൻസിന്റെ റേഡിയസിന്റെ ഹാഫിന്റെ. അല്ലല്ല, ഞാൻ ചോദിച്ചത് ഇക്വേഷനെ കുറിച്ചൊന്നും അല്ല. നമ്മൾ സർക്കിളിന്റെ ഏരിയ വൃത്തത്തിന്റെ പരപ്പളവെന്ന് കേട്ടാൽ നമ്മുടെ മനസ്സിൽ കിട്ടേണ്ടുന്ന ഐഡിയ എന്താണ്? ആ സർക്കിളിനകത്തുള്ള അതായത് ഇപ്പൊ ഇവിടെ നിങ്ങൾ സ്ക്രീനില് ഒരു കറുത്ത വര കാണുന്നുണ്ടല്ലേ? ആ കറുത്ത വരയെ നമ്മൾ എന്ത് വിളിക്കും? സർക്കിളിന്റെ അമൃതേ, ഈ കറുത്ത വരയെ നമ്മൾ സർക്കിളിന്റെ എന്ത് വിളിക്കും? സർക്കംഫറൻസ്. മലയാളത്തിൽ വൃത്തപരിധി എന്ന് വിളിക്കും. അതിനുള്ളിൽ കാണുന്ന ആ വെളുത്ത സ്ഥലത്തിന്റെ അളവിന് പറയുന്ന പേരാണ് എന്ത്? ഏരിയ, പരപ്പളവ് എന്ന് പറയുന്നത്. ഓക്കെ, ആ ഏരിയ പരപ്പളവിനെ കുറിച്ച് നിങ്ങളുടെ പുസ്തകത്തിൽ ആദ്യം പറഞ്ഞിരിക്കുന്ന സംഗതി എന്ന് പറയുന്നത്, ഈ ഏരിയ പരപ്പളവ് എന്ന് പറയുന്നത് വായിച്ചു. ഹാഫ് ദ പ്രോഡക്റ്റ് ഓഫ്. അപ്പൊ നമ്മൾ ഹാഫ് എടുക്കണം. ഹാഫ് ദ പ്രോഡക്റ്റ് ഓഫ് circumference and radius. Half the product of circumference and radius. അപ്പൊ പിന്നെ ഗൂഗിളെ മലയാളത്തിൽ എന്ത് വരുന്ന നോട്ട്? ഗൂഗിൾ കേൾക്കുന്നില്ലേ? ഗൂഗിൾ, അദ്വൈതേ, നാലാമത്തെ നോട്ടല്ലേ? പേജ് നമ്പർ 160 കിടക്കുന്ന നോട്ട്. വൃത്തത്തിന്റെ പരപ്പളവ് അതിന്റെ ചുറ്റളവിന്റെയും ആരത്തിന്റെയും ഗുണനഫലത്തിന്റെയും പകുതിയാണ്. അപ്പൊ നോക്കിക്കോളുക, ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു അമൃതേ സർക്കിളിന്റെ സർക്കംഫറൻസ് എന്തുവായിരുന്നു അമൃതേ? വൃത്തത്തിന്റെ പരിധി അല്ലെ വൃത്തത്തിന്റെ ചുറ്റളവ് എന്തുവായിരുന്നു? 2πr. 2πr ഇൻറ്റു റേഡിയസ് r അല്ലേ? ഈ രണ്ടും കൂടെ ക്യാൻസൽ ചെയ്യാം. അപ്പോ പൈ ഇൻറ്റു r എന്ത് വരും അമൃതേ? r square. ഓക്കെ, ഇത് കുറച്ചുകൂടെ സിംപ്ലിഫൈ ചെയ്ത് അടുത്ത വരിയിൽ പറഞ്ഞിട്ടുണ്ടെന്ന് വായിച്ചാട്ട് അമൃത. എന്താ ചോദ്യം? The area of a circle is pi times the square of the radius. ഒരു സർക്കിളിന്റെ, ഒരു വൃത്തത്തിന്റെ പരപ്പളവ് എന്ന് പറയുന്നത് റേഡിയസിന്റെ സ്ക്വയറിന്റെ ആരത്തിന്റെ വർഗത്തിന്റെ പൈ ടൈംസ് ആണ്, പൈ മടങ്ങാണ്. എന്ന് പറഞ്ഞാൽ വൃത്തത്തിന്റെ ആരത്തിനെ സർക്കിളിന്റെ റേഡിയസിന്റെ സ്ക്വയർ എടുക്കുക, വർഗം എടുക്കുക, അതിനെ എന്തുകൊണ്ട് ഗുണിക്കുക? പൈ കൊണ്ട് ഗുണിക്കുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? സർക്കിളിന്റെ ഏരിയ, വൃത്തത്തിന്റെ പരപ്പളവ് കിട്ടും. ഈ പറഞ്ഞ 2 നോട്ടുകൾ എല്ലാവർക്കും മനസ്സിലായോ? അപ്പൊ നിങ്ങൾ ഒരു റഫ് ബുക്ക് എടുത്ത് കൈ വെക്കണമെന്ന് ഞാൻ പറയാം. റഫ് ബുക്ക് ഉണ്ടോ എല്ലാവരും കയ്യില്? എഴുതിയാട്ടെ ഒരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ പറയട്ടെ. എഴുതിക്കോളൂ. ഫൈൻഡ് ദ ഏരിയ ഓഫ് എ സർക്കിൾ. നിങ്ങളുടെ റഫ് ബുക്കിൽ വേണം എഴുതാൻ, അല്ല റഫ് പേപ്പറിൽ വേണം എഴുതാൻ. ഫൈൻഡ് ദി ഏരിയ ഓഫ് എ സർക്കിൾ. ഫൈൻഡ് ദി ഏരിയ ഓഫ് എ സർക്കിൾ ഓഫ് റേഡിയസ് 5 centimeters. Of radius 5 centimeters. മലയാളത്തിൽ
ഇംഗ്ലീഷ് മീഡിയക്കാരെങ്കിലും ചോദ്യം എഴുതാനുണ്ടോ? ഇംഗ്ലീഷ് മീഡിയക്കാരെങ്കിലും ചോദ്യം എഴുതാനുണ്ടോ? ഇല്ല സാർ. ആ, മലയാളം മീഡിയക്കാർ എഴുതുക ചോദ്യം. ആരം 5 സെന്റിമീറ്റർ ഉള്ള വൃത്തത്തിന്റെ പരപ്പളവ് എത്രയാണ്? ഓക്കെ, അപ്പൊ ലക്ഷ്മിപ്രിയെ ആ ചോദ്യം ഒന്ന് വായിച്ചേ. Find the area of the circle of radius 5 centimeters. ഓക്കെ, അപ്പൊ ചോദ്യം ആരെ കുറിച്ചാണ് ലക്ഷ്മിപ്രിയ പറഞ്ഞേക്കുന്നത്? സർക്കിളിന്റെ റേഡിയസ്. അല്ല, സർക്കിളിനെ കുറിച്ചാണ്. അതേ കുറിച്ച് പറഞ്ഞേക്കുന്നത്. സർക്കിളിനെ കുറിച്ച്. അപ്പൊ എഴുതുക സർക്കിൾ എന്ന് എഴുതുക. എല്ലാരും മലയാളം മീഡിയക്കാർ വൃത്തം എന്ന് എഴുതുക. അതിന്റെ എന്ത് ക്വസ്റ്റ്യന് തന്നിട്ടുണ്ട്? റേഡിയസ്. എഴുതുക ആരം സമം റേഡിയസ് ഈക്വൽ സൂചിപ്പിക്കുന്ന അക്ഷരം സ്മോൾ ലെറ്റർ ആർ. സ്മോൾ ലെറ്റർ ആർ ഈക്വൽ എത്ര സെന്റിമീറ്റർ ലക്ഷ്മിപ്രിയ തന്നേക്കുന്നേ? 5 സെന്റിമീറ്റർ. എഴുതുക 5 സെന്റിമീറ്റർ, 5 സെന്റിമീറ്റർ. ബ്രാക്കറ്റിൽ എഴുതണം ഗിവൺ തന്നിട്ടുണ്ട്. ഓക്കെ, ഇതിന്റെ എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ലക്ഷ്മിപ്രിയയുടെ ചോദ്യം. ഇതിന്റെ എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ഏരിയ പരപ്പളവേ സമം. ലക്ഷ്മിപ്രിയ ഏരിയ പരപ്പളവ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? ഇപ്പൊ പഠിച്ചതേ ഉള്ളൂ. പൈ ആർ സ്ക്വയർ. പൈ ആർ സ്ക്വയർ പറഞ്ഞോ. ഈക്വൽ പൈ ഇൻറ്റു ആർ. എത്ര ലക്ഷ്മിപ്രിയെ? ആർ എത്ര? 5 സെന്റിമീറ്റർ. അപ്പൊ 5 സ്ക്വയർ. അപ്പൊ പൈ ഇൻറ്റു 5 സ്ക്വയർ എത്ര? 5 സ്ക്വയർ എത്ര? ലക്ഷ്മിപ്രിയ എവിടെ പോവാ? 25. അപ്പൊ പൈ ഇൻറ്റു 25 ഈക്വൽ 25 പൈ 25 പൈ സെന്റിമീറ്റർ സ്ക്വയർ. 25 പൈ സെന്റിമീറ്റർ സ്ക്വയർ. എല്ലാവരും എഴുതിയോ? എഴുതി സാർ. ഓക്കെ, ആരെങ്കിലും എഴുതാനുണ്ടോ? സാർ സ്ക്രീൻ കാണാൻ പറ്റുന്നില്ല. അയ്യോ, ബാക്കി എല്ലാവർക്കും സ്ക്രീൻ കാണാൻ പറ്റുന്നില്ലയോ? ഇല്ല. ആർക്കും കാണാൻ പറ്റുന്നില്ലയോ? കാണാൻ പറ്റുന്നുണ്ട് സാർ. അപ്പൊ എനിക്ക് കാണാൻ പറ്റുന്നില്ല. ഒന്ന് ലെഫ്റ്റ് ആയിട്ട് ഒന്ന് ജോയിൻ ചെയ്ത് നോക്കിക്കേ. നെറ്റിന്റെ എന്തെങ്കിലും പ്രശ്നം കൊണ്ടായിരിക്കും. ഓക്കെ, എല്ലാവരും ആ പ്രോബ്ലം വായിച്ചു നോക്കുക. മനസ്സിലാകുന്നുണ്ടെങ്കിൽ ഉണ്ട്, ഇല്ലെങ്കിൽ ഇല്ല. വേഗം പറയുക. മനസ്സിലായി സാർ. മനസ്സിലായി സാർ. ഓക്കെ. മലയാളം മീഡിയക്കാർക്ക് 2 പേർക്ക് മനസ്സിലായോ? മനസ്സിലായി സാർ. ശരി, ഇനി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ പുസ്തകത്തിലെ പേജ് നമ്പർ 161 എടുത്തേ. പേജ് നമ്പർ 161 എടുത്തോ? എടുത്തു സാർ. അവിടെ ഏറ്റവും മുകളിലായിട്ട് ചോദ്യം കണ്ടോ? വാട്ട് ഈസ് ദി ഏരിയ ഓഫ് ദി സർക്കുലർ റിംഗ് ഇൻ ദിസ് പിക്ചർ? കണ്ടോ? കണ്ട്. അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് എല്ലാരും. എന്നിട്ട് നിങ്ങളുടെ പേപ്പറിലോട്ട് ആ സെന്റൻസ് എഴുതിക്കേ. മലയാളം മീഡിയക്കാർ ചോദ്യം കണ്ടോ? പേജ് നമ്പർ 161 ഏറ്റവും മുകളിലത്തെ ഒരു വരി കണ്ടു സാർ. ഒന്ന് വായിച്ചേ. സാർ ഇംഗ്ലീഷ് മീഡിയത്തിലെ ചോദ്യം ഒന്നുകൂടെ പറഞ്ഞേ. പേജ് നമ്പർ 161 അതില് ഏറ്റവും മുകളിലത്തെ സെന്റൻസ്.
What is the area of a circular ring in the picture? What is the area of the circular ring in the picture? കണ്ടോ? കണ്ടോ? ആ ഫിഗർ വരയ്ക്കണം സാറേ. എന്നിട്ടാണ് ആ കൊടുത്തേക്കുന്ന ഫിഗർ ഒന്ന് റഫായിട്ട് ഇപ്പൊ പേന കൊണ്ട് വരയ്ക്കുക. പിന്നെ നോട്ടിലേക്ക് എഴുതുമ്പോ ഇൻസ്ട്രുമെന്റ് ബോക്സിൽ ഐറ്റം ഒക്കെ ഉപയോഗിച്ച് വൃത്തിയായിട്ട് വരയ്ക്കണം. എഴുതി കഴിയുമ്പോ പറയണം, മിണ്ടാതിരിക്കരുത്. എഴുതി സർ. കഴിഞ്ഞോ? കഴിഞ്ഞു സാർ. ആ ഫിഗർ റഫായിട്ട് വരച്ചോ എല്ലാരും? വരച്ചു സാർ. ഓക്കെ. അഭിരാമി ചോദ്യം വായിച്ചേ. വാട്ട് ഈസ് ദ ഏരിയ ഓഫ് ദ സർക്കുലർ റിംഗ് ഇൻ ദിസ് പിക്ചർ? ഈ പടത്തിൽ കൊടുത്തിരിക്കുന്ന സർക്കുലർ റിംഗിന്റെ എന്ത് കണ്ടുപിടിക്കണം? ഏരിയ കണ്ടുപിടിക്കണം. ശരി, ഓക്കെ. മലയാളം മീഡിയക്കാരുടെ ചോദ്യം ഒന്ന് വായിച്ചേ. ആരെങ്കിലും ഒരാള് ഗൂഗിളെ കേൾക്കുന്നുണ്ടോ? ഉണ്ട് സാർ. ഒന്ന് വായിച്ചേ ഗൂഗിളെ. ഈ ചിത്രത്തിലെ വൃത്തവലയത്തിന്റെ പരപ്പളവ് എത്രയാണ്? ഓക്കെ, ശരി. ഇനി എല്ലാവരും ശ്രദ്ധിച്ചിരിക്കാം. അഭിരാമിയുടെ അഭിപ്രായത്തിലെ നിങ്ങളുടെ പുസ്തകത്തിനകത്തിൽ ആ റിങ് എന്ത് ഷേപ്പിലാണ് കളർ അടിച്ചിട്ടേക്കുന്നത്? എന്ത് കളറല്ല അടിച്ചിട്ടേക്കുന്നത്? ബ്ലൂ കളർ. ഓക്കെ. ആ ബ്ലൂ കളർ ഉള്ള ഭാഗത്തിന്റെ, ആ നീല നിറമുള്ള ഭാഗത്തിന്റെ ഏരിയ അഥവാ പരപ്പളവ് എങ്ങനെ കണ്ടുപിടിക്കുക അഭിരാമിയുടെ അഭിപ്രായത്തിൽ? വലിയ സർക്കിളിന്റെ ഏരിയ കണ്ടുപിടിച്ചിട്ട് ചെറിയ സർക്കിളിന്റെ കണ്ടുപിടിച്ചിട്ട് വലുതിന്ന് ചെറുത് കുറച്ച്. അത് തന്നെ. വലിയ സർക്കിളിന്റെ ഏരിയക്കകത്തിൽ നിന്ന് ചെറിയ സർക്കിളിന്റെ ഏരിയ കുറച്ചാൽ നമുക്ക് ആരുടെ ഏരിയ കിട്ടും? റിംഗിങ്. ആരുടെ ഏരിയ കിട്ടും? സർക്കുലർ റിംഗിന്റെ. സ്വിച്ച്. അപ്പൊ വലിയ സർക്കിളിന്റെ ഏരിയക്കകത്തിൽ നിന്ന്, വലിയ വൃത്തത്തിന്റെ പരപ്പളവിൽ നിന്ന് ചെറിയ സർക്കിളിന്റെ, ചെറിയ വൃത്തത്തിന്റെ ഏരിയ പരപ്പളവ് കുറച്ചാൽ എന്തിന്റെ ഏരിയ, എന്തിന്റെ പരപ്പളവ് കിട്ടും? സർക്കുലർ റിംഗിന്റെ. സർക്കുലർ റിംഗിന്റെ. ഞാൻ പറഞ്ഞു തന്ന ഐഡിയ എല്ലാവർക്കും ക്ലിയർ ആയോ? ക്ലിയർ ആയി സർ. കുറച്ചുകൂടെ വ്യക്തമായി പറഞ്ഞാൽ, ഏറ്റവും വെളിയിലുള്ള സർക്കിളിനകത്തിൽ നിന്ന് അതിനകത്തുള്ള ചെറിയ സർക്കിൾ അങ്ങ് കട്ട് ചെയ്ത് മാറ്റിയാൽ, മുറിച്ചു മാറ്റിക്കളഞ്ഞാൽ നമുക്ക് ആരെ കിട്ടും? നമുക്ക് ആരെ കിട്ടും? ആരും മിണ്ടുന്നില്ല. ആരെ കിട്ടും? സർക്കുലർ റിംഗ്. സർക്കുലർ റിംഗ് കിട്ടും. അപ്പൊ എഴുതിയാട്ടെ ഹെഡിങ്. ആൻസർ ആണ് ഹെഡിങ്. ആദ്യം ലാർജ് സർക്കിൾ. ലാർജ് സർക്കിൾ. മലയാളം മീഡിയക്കാർ വലിയ വൃത്തം. ലാർജ് സർക്കിൾ, വലിയ വൃത്തം. എഴുതിയോ? അഭിരാമി, അതിന്റെ റേഡിയസ് ക്വസ്റ്റിന് തന്നിട്ടുണ്ടോ അഭിരാമി? എത്ര? 2.5 സെന്റിമീറ്റർ. എഴുതുക. റേഡിയസ് ഈക്വൽ r ഈക്വൽ 2.5. മലയാളം മീഡിയക്കാര് ആരം സമം r ഈക്വൽ 2.5 സെന്റിമീറ്റർ. എഴുതിയോ? എഴുതിയോ? എഴുതി സാർ. അപ്പൊ ഏരിയ പരപ്പളവ് പറഞ്ഞാട്ട് അഭിരാമി എങ്ങനെ കണ്ടുപിടിക്കും? ഏരിയ പരപ്പളവ് പൈ r സ്ക്വയർ. പൈ r സ്ക്വയർ ഈക്വൽ പൈ ഇൻറ്റു r സ്ക്വയർ. എത്ര വരും അഭിരാമി? 2.5 സ്ക്വയർ. 2.5 സ്ക്വയർ. എഴുതിയോ? എഴുതിയോ? ഈക്വൽ പൈ ഇൻറ്റു അഭിരാമി ഈ 2.5 സ്ക്വയർ എങ്ങനെ കണ്ടുപിടിക്കും അഭിരാമി?
2.5 into 2.5. അപ്പൊ സൈഡിലോട്ട് മാറ്റി എഴുതിയിടുക 2.5 ഇൻറ്റു 2.5. ഇതെങ്ങനെ ഗുണിക്കും അഭിരാമി? 25 into 25. 25 ഇൻറ്റു 25. 25 ഇൻറ്റു 25 എത്ര? നമ്മൾ ഒരുപാട് കണക്കിലൊക്കെ ചെയ്തിട്ടുണ്ട്. 25 ഇൻറ്റു 25. 6.25. അല്ല, 25 ഇൻറ്റു 25 625. എത്ര സ്ഥാനം മാറ്റി കുത്തിടണം? 2 സ്ഥാനം. എവിടെ നിന്ന് എങ്ങോട്ട് എണ്ണണം? വലത്തൂന്ന് ഇടത്തു. റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് എണ്ണി 1 2. അപ്പൊ എത്ര കിട്ടും ആൻസർ? 6.25. അപ്പൊ പൈ ഇൻറ്റു 6.25. അപ്പൊ 6.25 ഇൻറ്റു പൈയുടെ വില എന്തോ കിട്ടും? 6.25 പൈ. 6.25 പൈ സെന്റിമീറ്റർ സ്ക്വയർ. ഈ ലാർജ് സർക്കിളിന്റെ കാര്യം ചെയ്തത്, വലിയ വൃത്തത്തിന്റെ കാര്യം ചെയ്തത് എല്ലാവർക്കും മനസ്സിലായോ? മനസ്സിലായി സർ. ഓക്കെ. അങ്ങനാണെങ്കിൽ ദേവികെ, നമ്മൾ ഇനി ചെറിയ സർക്കിളിലേക്ക് വരിക. ദേവിക പ്രവീൺ ഉണ്ടോ? ഉണ്ട്. പറഞ്ഞാട്ടെ. സ്മോളർ സർക്കിൾ അല്ലെങ്കിൽ സ്മോൾ സർക്കിൾ എഴുതുക. സ്മോൾ സർക്കിൾ, മലയാളത്തിൽ ചെറിയ വൃത്തം. എഴുതിയോ? ദേവിക, ഇതിന്റെ റേഡിയസ് അറിയാമോ? ആരം അറിയാമോ ദേവികയ്ക്ക്? 2 centimeter. എഴുതുക. റേഡിയസ് ഈക്വൽ ആർ ഈക്വൽ 2 സെന്റിമീറ്റർ. ആരാ? പറഞ്ഞാട്ടെ. ഇനി അതിന്റെ ഏരിയ അല്ലേ പരപ്പളവല്ലേ കണ്ടുപിടിക്കേണ്ടത്? ഏരിയ ഈക്വൽ പരപ്പളവേ സമം പൈ ആർ സ്ക്വയർ. പൈ ആർ സ്ക്വയർ ഈക്വൽ പൈ ഇൻറ്റു ആർ സ്ക്വയർ 2 സ്ക്വയർ. അപ്പൊ പൈ ഇൻറ്റു 2 സ്ക്വയർ എത്ര? 4. ആൻസർ 4 പൈ സെന്റിമീറ്റർ. 4 പൈ സെന്റിമീറ്റർ സ്ക്വയർ. ഓക്കെ, ശരി. അതെല്ലാവർക്കും ക്ലിയർ ആയോ? മനസ്സിലായി സർ. ഓക്കെ. മഴയത്തെല്ലാവരും തണുത്തുറഞ്ഞിരിക്കുവാന്ന് മറുപടി പറഞ്ഞേ. മനസ്സിലായോ? മനസ്സിലായി. ഓക്കെ. അപ്പോ അദ്വൈതേ, നമുക്ക് ആരുടെ ഏരിയയാണ്, ആരുടെ പരപ്പളവാ കണ്ടുപിടിക്കണ്ടേ? വൃത്തവലയത്തിന്റെ. അപ്പൊ ആ വൃത്തവലയത്തിന്റെ ആ റിങ്ങിന്റെ ഏരിയ പരപ്പളവ് എങ്ങനെ കണ്ടുപിടിക്കുമെന്ന് അദ്വൈത നമ്മൾ പറഞ്ഞത്? അത് പറഞ്ഞിട്ട് നമ്മൾ ചെയ്തു തുടങ്ങി. എങ്ങനെ കണ്ടുപിടിക്കുമെന്നാ പറഞ്ഞേ? മറന്നുപോയോ? അല്ല, ഒരു ഐഡിയ പറഞ്ഞാൽ മതി. വിലയൊന്നും പറയണ്ട, ഒരു ഐഡിയ പറഞ്ഞാൽ മതി. ആദിദേവേ, അദ്വൈതിനൊന്ന് ഹെൽപ്പ് ചെയ്തേ. എങ്ങനെ കണ്ടുപിടിക്കുക നമ്മൾ പറഞ്ഞത്? ആ ലാർജ് സ്ക്വയറിന്റെ ഏരിയയിൽ നിന്ന് സ്മോൾ സ്ക്വയറിന്റെ ഏരിയ കുറയ്ക്കണം. അതിനിവിടെ സ്ക്വയർ ഇല്ലല്ലോ. സർക്കിൾ, സോറി. ലാർജ് സർക്കിളിന്റെ ഏരിയയിൽ നിന്ന് വലിയ വൃത്തത്തിന്റെ പരപ്പളവിൽ നിന്ന് പറഞ്ഞോ നിന്ന് ചെറിയ സർക്കിളിന്റെ പരപ്പളവ് കുറയ്ക്കണം. ഏരിയ കുറയ്ക്കണം. അപ്പൊ എഴുതിക്കോളൂ. ഇംഗ്ലീഷോടെ കരുതേണ്ടത് ഏരിയ ഓഫ് ദി സർക്കുലാർ റിങ്. ഏരിയ ഓഫ് ദി സർക്കുലാർ റിങ്. ഏരിയ ഓഫ് ദി സർക്കുലാർ റിങ്. മലയാളം മീഡിയക്കാർ എഴുതേണ്ടത് വൃത്തവലയത്തിന്റെ പരപ്പളവ്. ഏരിയ ഓഫ് ദി സർക്കുലാർ റിങ് വലിയ വൃത്തത്തിന്റെ പരപ്പളവ്. അല്ല, സോറി, ഏരിയ ഓഫ് ദി സർക്കുലാർ റിങ് മലയാളിക്കാര് വൃത്തവലയത്തിന്റെ പരപ്പളവെ സമം. എഴുതിക്കോ. ഏരിയ ഓഫ് ദി
ഏരിയ ഓഫ് ദി ലാർജ് സർക്കിൾ, മലയാളത്തിൽ വലിയ വൃത്തത്തിന്റെ പരപ്പളവ് മൈനസ് ഏരിയ ഓഫ് ദി സ്മോൾ സർക്കിൾ, ചെറിയ വൃത്തത്തിന്റെ പരപ്പളവ്, ചെറിയ വൃത്തത്തിന്റെ പരപ്പളവ്. എഴുതിയോ? എഴുതിയോ? എഴുതി സാർ. ഓക്കെ. അപ്പൊ അതിനകത്തിൽ കൊടുക്കാനുള്ള വില നമ്മുടെ ദിയാ വിനോദ് എന്ന് പറഞ്ഞേ, വലുതിന്റെ ഏരിയ, വലുതിന്റെ പരപ്പളവ് 6.25. 6.25 പൈ മൈനസ് ചെറുതിൻ്റെത് 4. 4 ആണോ? 4 പൈ. 4 പൈ. രണ്ടിടത്തും പൈ ഉള്ളതുകൊണ്ട് പൈ അവിടെ നിൽക്കട്ടെ, നമുക്ക് നമ്പർ കുറയ്ക്കാം. 6.25 മൈനസ് 4 എങ്ങനെ കുറയ്ക്കും? 4.00. 4.00. കുറച്ച് പറഞ്ഞേ ദിയേ. 2.25. 2.25 ആണോ? അതിന്റെ കൂടെ ആരോട് ഉണ്ട്? പൈ സെന്റിമീറ്റർ സ്ക്വയർ. 2.25 പൈ സെന്റിമീറ്റർ സ്ക്വയർ ആണ് ആരുടെ ഏരിയ, ആരുടെ പരപ്പളവ്? ഏരിയ ഓഫ് സർക്കുലർ റിംഗ്. സർക്കുലർ റിംഗിന്റെ വൃത്തവലയത്തിന്റെ പരപ്പളവ്. പിടി കിട്ടിയോ? പിടി കിട്ടിയോ? മനസ്സിലായി സാർ. ഓക്കെ, വായിച്ചു നോക്കുക. വായിച്ചു നോക്കുക. മനസ്സിലായെങ്കിൽ ആയെന്ന് പറയുക, ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറയുക. മനസ്സിലായി സാർ. മനസ്സിലായി സാർ. മനസ്സിലായി സാർ. മനസ്സിലായി സാർ. അടുത്ത ഹെഡിങ് എഴുതുക. എക്സസൈസ് 3. എക്സസൈസ് 3 പേജ് നമ്പർ 162, 163, 164. എഴുതിയോ? എഴുതിയോ? എഴുതി സാർ. ഇനി 1 എന്ന് നമ്പർ ഇട്ടേ. ചോദ്യം എഴുതണം. 1 എന്ന് നമ്പർ ഇട്ടാ മതി. ഒന്നാമത്തെ ചോദ്യം സഫ്നാസ് ഒന്ന് വായിച്ചേ. The length of a chord of a circle 3 cm from the center is 4 cm. What is the area of the circle? ഓക്കെ, അപ്പൊ ചോദ്യത്തിനൊരു കുഴപ്പം, ചോദ്യത്തിൽ ഫിഗർ ഇല്ല. നമ്മൾ ചോദ്യം വായിച്ചു നോക്കി സ്വന്തമായി ഫിഗർ വരയ്ക്കണം. ഇത്തരത്തിലെ ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് പലതവണ ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾക്കും ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യമാണിത്. അപ്പൊ ചോദ്യം വായിച്ചപ്പോ സഫ്നാസിന് മനസ്സിലായ കാര്യം ഒന്ന് പറഞ്ഞേ. സർക്കിളിന്റെ കോഡ്, ചോദ്യം സർക്കിളിനെ കുറിച്ചാണ്. സർക്കിളിന്റെ കോഡിന്റെ ലെങ്ത് 3 സെന്റിമീറ്ററും 4 സെന്റിമീറ്ററും ആണ്. അയ്യോ, അങ്ങനല്ല, ഒന്നുകൂടെ ശ്രദ്ധിച്ച് വായിക്കുക. The length of a chord of a circle. എന്നിട്ട് അവിടെ ഒരു കോമ ഇട്ടിട്ടുണ്ട്. 3 centimeters from the center. സെന്ററിൽ നിന്ന് 3 സെന്റിമീറ്ററും സെന്ററിൽ നിന്ന് 3 സെന്റിമീറ്റർ അകലെ കിടക്കുന്ന ഒരു കോഡ്. ആ കോഡിന്, ആ ഞാണിന് എന്ത് നീളമുണ്ട്?
4 സെന്റിമീറ്റർ. 4 സെന്റിമീറ്റർ ലെങ്ത് ഉണ്ട്, 4 സെന്റിമീറ്റർ നീളമുണ്ട്. അങ്ങനാണെങ്കിൽ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? അങ്ങനാണെങ്കിൽ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? സർക്കിളിന്റെ ഏരിയ. ഈ സർക്കിളിന്റെ ഏരിയ, ഈ വൃത്തത്തിന്റെ പരപ്പളവ് കണ്ടുപിടിക്കണം. എല്ലാരും സ്ക്രീനിലേക്ക് നോക്കുക. ഒരു സർക്കിൾ, ഒരു വൃത്തം. ആ സർക്കിളിന്റെ സെന്ററിൽ നിന്ന്, വൃത്തത്തിന്റെ കേന്ദ്രത്തിൽ നിന്ന് 3 സെന്റിമീറ്റർ അകലെ കിടക്കുന്ന ഒരു കോഡിന്, ഒരു ഞാണിന് എത്ര സെന്റിമീറ്റർ നീളമുണ്ട്? സഫ്നാസെ, എത്ര സെന്റിമീറ്റർ നീളമുണ്ട്? 3 സെന്റിമീറ്റർ. കണ്ടടക്കുന്നത്? അല്ല, 4 സെന്റിമീറ്റർ. 4 സെന്റിമീറ്റർ നീളമുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ സർക്കിളിന്റെ എന്ത് കണ്ടുപിടിക്കണം? ഈ വൃത്തത്തിന്റെ എന്ത് കണ്ടുപിടിക്കണം? ഏരിയ. ഏരിയ, പരപ്പളവ് കണ്ടുപിടിക്കണം. ചോദ്യം എല്ലാവർക്കും ക്ലിയർ ആയോ? ക്ലിയർ ആയി സാർ. ഓക്കെ. അപ്പൊ സഫ്നാസെ, സർക്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ, വൃത്തത്തിന്റെ പരപ്പളവ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? πr². ഓക്കെ. അതായത് എന്തുണ്ടെങ്കിലേ ഏരിയ, പരപ്പളവ് കണ്ടുപിടിക്കാൻ പറ്റൂ? റേഡിയസ്. നിലവിലത്തെ നമ്മുടെ പടത്തിൽ റേഡിയസ് അഥവാ ആരം എന്ന് വിളിക്കാവുന്ന ആരെങ്കിലും ഉണ്ടോ? ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അത് ഈ 3ന്റെ അവിടെ നിന്ന് ഇങ്ങനെ ഡോട്ട് വരച്ചിട്ട് പൈതഗോറസ് തിയറം വെച്ച് ചെയ്യാൻ പറ്റത്തില്ലേ? നമ്മൾ ആദ്യം ചെയ്യേണ്ടതാണ്, ഈ കോഡിന്, ഈ ഞാണിന് AB എന്ന് പേര് കൊടുക്കുന്നു. സർക്കിളിന്റെ സെന്ററിന്, വൃത്തത്തിന്റെ കേന്ദ്രത്തിന് O എന്ന് പേര് കൊടുക്കുന്നു. ഈ താഴെ വന്ന് മുട്ടിയ പോയിന്റിന് P എന്ന് പേര് കൊടുക്കുന്നു. OA യോജിപ്പിക്കുക, OB യോജിപ്പിക്കുക. ഇത്രയും കാര്യം ഇവിടെ കിട്ടിയോ? കിട്ടി സാർ. എല്ലാവരും ഞാൻ ഈ വരച്ചേക്കുന്ന പടം ഒന്ന് പേന കൊണ്ട് റഫായി വരച്ചെടുക്കുക. ഞാൻ ഈ വരച്ചിരിക്കുന്ന ഫിഗർ ഒന്ന് പേന കൊണ്ട് റഫായി വരച്ചെടുക്കുക. വരച്ചു സാർ. എന്നിട്ട് എഴുതുക, കൺസിഡർ ദ ഫിഗർ. ചിത്രം പരിഗണിക്കുക. കൺസിഡർ ദ ഫിഗർ. ചിത്രം പരിഗണിക്കുക. എഴുതിയോ? എഴുതി സാർ. എഴുതി സാർ. ഇനി അറിയാവുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ അങ്ങോട്ട് എഴുതണം. OP എത്രയാണ്? OP എത്ര 3 സെന്റിമീറ്റർ? സെന്റിമീറ്റർ. AB എത്ര സെന്റിമീറ്റർ? 4 4 സെന്റിമീറ്റർ. സെന്റിമീറ്റർ. ഈ സർക്കിൾ മെഷർ പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു പാഠം ബ്രിഡ്ജ് ആയിട്ട് പഠിച്ചായിരുന്നു, ഓർമ്മയുണ്ടോ? ബ്രിഡ്ജ് ആയിട്ട് പഠിച്ചൊരു പാഠം. അവിടെ നമ്മള് സർക്കിളിന്റെ സെന്ററിൽ നിന്ന്, വൃത്തത്തിന്റെ കേന്ദ്രത്തിൽ നിന്ന് സർക്കിളിലേക്ക്, വൃത്തത്തിലേക്ക് വരയ്ക്കുന്ന കോഡ്, സർക്കിളിന്റെ സെന്ററിൽ നിന്ന്, വൃത്തത്തിന്റെ കേന്ദ്രത്തിൽ നിന്ന് അതിന്റെ ഒരു കോഡിലേക്ക്, അതിന്റെ ഒരു ഞാണിലേക്ക് വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ ലംബം, ആ ഞാണിനെ, ആ കോഡിനെ എന്ത് ചെയ്യുമെന്ന് നമ്മൾ പഠിച്ചായിരുന്നു? ബൈസെക്ട് ചെയ്യും. ബൈസെക്ട് ചെയ്യും, സമഭാഗം ചെയ്യും. അങ്ങനാണെങ്കിൽ AP ഈക്വൽ BP ഈക്വൽ എത്ര ആയിരിക്കും? എത്ര ആയിരിക്കും? 4/2. 4/2 is equal to 2 സെന്റിമീറ്റർ. ക്ലിയർ ആയോ എല്ലാവർക്കും? ഓക്കെ. അപ്പൊ ഇനി അടുത്തതായിട്ട് ചെയ്യേണ്ടത് പറഞ്ഞാൽ, സഫ്നാസ് പറഞ്ഞതുപോലെ തന്നെ ഇതിനകത്ത് ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ഉണ്ട്, ഒരു മട്ടത്രികോണം ഉണ്ട്. ഏതാ സഫ്നാസെ അത്? APO പിന്നെ OPB. ഏതെങ്കിലും ഒരെണ്ണം എടുത്താൽ മതി. എഴുതുക, കൺസിഡർ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ. കൺസിഡർ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ APO. മലയാളത്തിൽ മട്ടത്രികോണം APO പരിഗണിക്കുക.
കൺസിഡർ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ APO, മട്ടത്രികോണം APO പരിഗണിക്കുക. എന്നിട്ട് ഞാൻ ഈ ബോർഡെ വരച്ചേക്കുന്ന റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ, ഈ മട്ടത്രികോണം നിങ്ങൾ പേന കൊണ്ട് റഫായി വരയ്ക്കുക. ഇനി ഇതിനെക്കുറിച്ച് അറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞാട്ടെ സഫ്നാസെ. Hypotenuse square is equal to base square plus altitude square. ചെറിയ പ്രശ്നമുണ്ടായി. നമ്മുടെ ക്ലാസ് സമയത്ത് ഭയങ്കര മഴയായിപ്പോയി. അപ്പൊ അതുകൊണ്ട് ഞാൻ ക്ലാസ് അവിടെ വന്നായിരുന്നു. അങ്ങനെ നിങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫാ ഒരുമിച്ചാണോ വന്നേ? ഒറ്റ സെക്കൻഡ് ഞാൻ ഒരു ക്ലാസ് ഒന്ന് സഫ്നാസ് അല്ലായിരുന്നു പറഞ്ഞോണ്ടിരുന്നേ? അതെ സാർ. അപ്പൊ സഫ്നാസ്, ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിലെ എന്തൊക്കെ നമുക്കറിയാം? ഈ മട്ടത്രികോണത്തിലെ എന്തൊക്കെ നമുക്കറിയാം? ബേസും ഓൾട്ടിറ്റ്യൂഡും. അപ്പൊ അറിയാന്നൊക്കെ പറഞ്ഞ് ഞാനോട് മാർക്ക് ചെയ്യാം. ബേസ് 2 സെന്റിമീറ്റർ. അല്ല, പേര് പറ. AO square is equal to AP square. പേര് മെഷർമെന്റുകളുള്ള സൈഡിന്റെ പേര് പറയുക. AP is equal to 2 സെന്റിമീറ്റർ. അപ്പൊ എല്ലാരും APയിലൂടെ 2 നോർത്തേ. പിന്നെ OP is equal to 3 സെന്റിമീറ്റർ. OPയുടെ അവിടെ 3 കൊടുക്കാം. ഇനി ആരെയാ കണ്ടുപിടിക്കണ്ടേ? ഹൈപ്പോട്ടന്യൂസ്. എങ്ങനെ കണ്ടുപിടിക്കും? യൂസിങ് പൈതഗോറസ് തിയറം. എഴുതുക. യൂസിങ് പൈതഗോറസ് തിയറം. മലയാളം മീഡിയക്കാര് പൈതഗോറസ് സിദ്ധാന്തം ഉപയോഗിച്ചാൽ, യൂസിങ് പൈതഗോറസ് തിയറം, പൈതഗോറസ് സിദ്ധാന്തം ഉപയോഗിച്ചാൽ പറഞ്ഞാട്ടെ സഫ്നാസ്, എന്തുവായിരുന്നു പൈതഗോറസ് തിയറം, പൈതഗോറസ് സിദ്ധാന്തം? ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ is equal to base square plus altitude square. എഴുതുക. ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ is equal to ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. മലയാളത്തിൽ കർണവർഗം സമം പാദവർഗം അധികം ലംബവർഗം. എഴുതിയോ എല്ലാവരും? എല്ലാവരും എഴുതിയോ? എഴുതി സാർ. ഓക്കെ. ആരാണ് സഫ്നാസ് ഇവിടുത്തെ ഹൈപ്പോട്ടന്യൂസ്? കർണം OA square is equal to OA square is equal to ആരാണ് ബേസ്? പാദം AP square. അപ്പൊ AP സ്ക്വയർ പ്ലസ് ആരാണ് ലംബ? ഓൾട്ടിറ്റ്യൂഡ് OP square. OP സ്ക്വയർ. ഓക്കെ. ഇനി അറിയാവുന്നതൊക്കെ വില നമുക്ക് കൊടുക്കാം. OA അറിയാമോ? OA അറിയത്തില്ല. അപ്പൊ AP 2ന്റെ സ്ക്വയർ പ്ലസ് OP 3ന്റെ സ്ക്വയർ. 3ന്റെ സ്ക്വയർ. 2ന്റെ സ്ക്വയർ എത്ര? 4. 3ന്റെ സ്ക്വയർ 9. 4 അധികം 9 13. ഇത് ആരുടെ വിലയാ? ഇത് OA സ്ക്വയറിന്റെ വില. അപ്പൊ അങ്ങനെയാണെങ്കിൽ OAയുടെ വില എന്തോ കിട്ടും? റൂട്ട് 13. റൂട്ട് 13. ഇതെല്ലാവർക്കും ക്ലിയർ ആയോ? ഈ OAയുടെ വില റൂട്ട് 13 എന്ന് കണ്ടുപിടിച്ചത് എല്ലാവർക്കും മനസ്സിലായോ? മനസ്സിലായി സാർ. മനസ്സിലായി സാർ. അപ്പൊ അങ്ങനെ ഓക്കെ. ഈ OA എന്ന് പറയുന്നത് നമ്മുടെ സർക്കിളിന്റെ ആരാണ്? വൃത്തത്തിന്റെ ആരാണ്? റേഡിയസ്. അപ്പൊ എഴുതുക. റേഡിയസ് ഈക്വൽ ആരം സമം R ഈക്വൽ എത്ര വരും? റൂട്ട് 3 സെന്റിമീറ്റർ. റൂട്ട് 3 ആണോ? 13. റൂട്ട് 13 സെന്റിമീറ്റർ. ക്ലിയർ ആയോ? ഓക്കെ. ഇനി എന്തോ സഫ്നാസെ കണ്ടുപിടിക്കണ്ടേ? സർക്കിളിന്റെ ഏരിയ. അപ്പൊ എഴുതുക. ഏരിയ പരപ്പളവേ സമം എന്തുവരെ? സർക്കിളിന്റെ ഏരിയ, വൃത്തത്തിന്റെ പരപ്പളവ് പൈ ആർ സ്ക്വയർ. അപ്പൊ പൈ ഇൻറ്റു റൂട്ട് 13ന്റെ സ്ക്വയർ. അപ്പോൾ പൈ ഇൻറ്റു റൂട്ട് 13ന്റെ സ്ക്വയർ എത്ര? 13. അപ്പൊ 13 പൈ
centimeter square. സെന്റിമീറ്റർ സ്ക്വയർ. ഈ പ്രോബ്ലം എല്ലാവരും വായിച്ചു നോക്കുക. ഡൗട്ട് ഉണ്ടെങ്കിലും പറയണം, ഡൗട്ട് ഇല്ലെങ്കിലും പറയണം. Clear, sir. ആ, മനസ്സിലായി sir. മനസ്സിലായി സാർ. ആ. മനസ്സിലായി sir. എങ്കിൽ ക്വസ്റ്റ്യൻ നമ്പർ 2 കണ്ടോ നിങ്ങള്? കണ്ടോ? കണ്ടു സാർ. ആ രണ്ടാമത്തെ ചോദ്യത്തിൽ 2 ഫിഗർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ അതിലെ ആദ്യത്തെ ഫിഗർ 2ന്റെ എ എന്ന് പറഞ്ഞുകൊണ്ട് എഴുതുക. 2ന്റെ എ കണ്ടോ? ആദ്യത്തെ ഫിഗർ കണ്ടോ? രണ്ടാമത്തെ ക്വസ്റ്റ്യനിലെ ആദ്യത്തെ ഫിഗർ 2ന്റെ എന്നും പറഞ്ഞു 2ന്റെ എ എന്ന് പറഞ്ഞുകൊണ്ട് എഴുതുക. 2ന്റെ എ ലൈനിലുള്ള സെന്റൻസ് എഴുതിയിട്ട് ഒന്നാന്ന് വെച്ചിട്ട് ആ ഫിഗർ വരയ്ക്കണം. ലൈനിലുള്ള സെന്റൻസ് ഒന്നും എഴുതണ്ട. 2ന്റെ എ എന്ന് എഴുതുക. ആ ഫിഗർ മാത്രം വരയ്ക്കുക. ഇപ്പൊ വരയ്ക്കുമ്പോ നിങ്ങൾ പേന കൊണ്ട് റഫായി വരച്ചാൽ മതി കേട്ടോ. ഇപ്പോൾ നിങ്ങൾ വരയ്ക്കുമ്പോൾ പേന കൊണ്ട് റഫായി വരച്ചാൽ മതി. വരച്ചോ? വരച്ചു സാർ. ഓക്കെ. ഹാഫിസേ, പറ സാറേ. ആ സെന്റൻസ് ഒന്ന് വായിച്ചേ ഹാഫിസേ. Each of the picture below compute the difference between the area of the circle and the area of the regular polygon. Correct up to 2 decimal place. ഓക്കെ. ഈ വായിച്ചതിന്റെ അർത്ഥം ഹാഫിസ് ഒന്ന് പറഞ്ഞേ. പേടിക്കണ്ട, അറിയാവുന്ന പോലെ ശ്രമിച്ചാൽ മതി. ഞാനും അത്യാവശ്യം ഹെൽപ്പ് ചെയ്ത് തരാം. ഇനി ഈച്ച് ഓഫ് ദ പിക്ചേഴ്സ് ബിലോ എന്നൊക്കെ അർത്ഥം ഈ പിക്ചറിൽ താഴെ കൊടുത്തിരിക്കുന്ന പിക്ചറുകളിൽ 2 പടം ഉണ്ടല്ലോ. കമ്പ്യൂട്ട് difference between the area of circle. സർക്കിളിന്റെ ഏരിയ, വൃത്തത്തിന്റെ പരപ്പളം. പിന്നെ Area of regular polygon. ഏരിയ ഓഫ് ദി റെഗുലർ പോളിഗൺ. മലയാളത്തിൽ സമബഹുഭുജം. ഒന്ന് ശ്രദ്ധിക്കുക എല്ലാവരും. ട്രയാങ്കിള് മുതൽ ത്രികോണം മുതൽ മുകളിലോട്ടുള്ളവർക്ക് പൊതുവായി പറയുന്ന പേരാണ് പോളിഗൺ, ബഹുഭുജം എന്ന് പറയും. അതെപ്പോഴാണ് നമ്മൾ അതിനെ റെഗുലർ പോളിഗൺ അഥവാ സമബഹുഭുജം എന്ന് വിളിക്കുന്നത്? ഈക്വൽ സൈഡ് ഈക്വൽ ആംഗിളും. ഈക്വൽ സൈഡും ഈക്വൽ ആംഗിളും, തുല്യ വശവും തുല്യ കോണും വരുമ്പോഴാണ് നമ്മൾ അതിനെ റെഗുലർ പോളിഗൺ എന്ന് വിളിക്കുന്നത്. നിങ്ങൾ ആ 2 പടത്തിൽ ശ്രദ്ധിച്ച് നോക്കാവുന്നുണ്ടെങ്കിൽ വെളിയിൽ ഓരോ സർക്കിളുകൾ, ഓരോ വൃത്തങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഉണ്ട് സാർ. ഉണ്ട്. ഒന്നാമത്തെ പടത്തിനകത്ത് മറ്റാരെങ്കിലും കാണാൻ പറ്റുന്നുണ്ടോ? 2ന്റെ എ ക്വസ്റ്റ്യൻ അകത്ത് ആരെയെങ്കിലും കാണാൻ പറ്റുന്നുണ്ടോ? സ്ക്വയർ. സ്ക്വയർ. ഈ സ്ക്വയർ എന്ന് പറയുന്നത് ഒരു ക്വാഡ്രിലാറ്ററൽ അല്ലേ? ആണ്. ഒരു ചതുർഭുജം അല്ലേ? അതിന്റെ 4 സൈഡും 4 ആംഗിളും ഈക്വൽ അല്ലേ? ആണ്. അപ്പോൾ അതൊരു റെഗുലർ പോളിഗൺ അല്ലേ? സമബഹുഭുജം അല്ലേ? അല്ലേ? ആണ്.
ഇവരുടെ രണ്ടുപേരുടെയും ഏരിയ തമ്മിലുള്ള പരപ്പളവുകൾ തമ്മിലുള്ള ഡിഫറൻസ്, വ്യത്യാസം നമ്മൾ എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. ആരുടെയൊക്കെ പരപ്പളവുകൾ, ആരുടെയൊക്കെ ഏരിയ തമ്മിലുള്ള ഡിഫറൻസ്, വ്യത്യാസം കണ്ടുപിടിക്കണ്ടേ? ചോദ്യം മനസ്സിലായെങ്കിലേ കാര്യം ചെയ്യാൻ പറ്റൂ. ആരുടെയൊക്കെ ഏരിയ, പരപ്പളവുകൾ തമ്മിലുള്ള വ്യത്യാസമാണ് കണ്ടുപിടിക്കേണ്ടത്? ആ സർക്കിളിന്റെ സ്ക്വയറിന്റെ. ഇപ്പൊ ഒന്നാമത്തെ ഫിഗർ വെച്ച് പറയുവാണെങ്കിൽ ഏറ്റവും പുറമേ കാണുന്ന സർക്കിളിന്റെ, വൃത്തത്തിന്റെ ഏരിയ, പരപ്പളവ് കണ്ടുപിടിക്കണം. 2, അതിനകത്ത് കിടക്കുന്ന സ്ക്വയറിന്റെ, സമചതുരത്തിന്റെ ഏരിയ, പരപ്പളവ് കണ്ടുപിടിക്കണം. ഇവർ തമ്മിലുള്ള വ്യത്യാസം, ഡിഫറൻസ് കണ്ടുപിടിക്കണം. ചോദ്യം എല്ലാവർക്കും ക്ലിയർ ആയോ? ക്ലിയർ ആയി സാർ. ഓക്കെ. അപ്പോൾ അങ്ങനാണെങ്കിൽ നമുക്ക് ആദ്യം ആനന്ദേ എവിടെ നിന്ന് ആരംഭിക്കാം? ആനന്ദേ, സ്ക്വയറിൽ നിന്ന് ആരംഭിക്കാം. വേണ്ട. ഈ പടത്തിൽ ഇപ്പൊ ഒരു 4 സെന്റിമീറ്റർ നീളമുള്ള ഒരു വര കിടക്കുന്നുണ്ടോ? കണ്ടു സാർ. ആ വര നമ്മുടെ ഈ സർക്കിളിന്റെ, വൃത്തത്തിന്റെ ആരാണ്? ശ്രദ്ധിച്ചു നോക്കിയേ. ഡയഗണൽ. സർക്കിളിന് നമ്മൾ ഡയഗണൽ എന്ന് പറയുമ്പോൾ ഒന്നുകൂടെ ശ്രദ്ധിച്ചു നോക്കിക്കാൻ എന്ത് പേര് പറയുന്നേ? ഈ 4 സെന്റിമീറ്റർ നീളമുള്ള വര ആ വൃത്തത്തിന്റെ, ആ സർക്കിളിന്റെ ആരാണ്? ഡയമീറ്റർ. ഡയമീറ്റർ ആണ്. ആരാണ്? മലയാളത്തിൽ പറഞ്ഞാൽ വ്യാസമാണ്. അപ്പൊ എഴുതുക, സർക്കിൾ എന്ന് ഹെഡിങ് കൊടുക്കുക. സർക്കിൾ, മലയാളത്തിൽ വൃത്തം എന്ന് ഹെഡിങ് കൊടുക്കുക. എഴുതിയോ? എഴുതുക, ഡയമീറ്റർ ഈക്വൽ വ്യാസം സമം സൂചിപ്പിക്കുന്ന അക്ഷരം ഡി ഈക്വൽ എത്ര സെന്റിമീറ്റർ? 4 സെന്റിമീറ്റർ. അങ്ങനാണെങ്കിൽ നമുക്കിതിന്റെ എന്ത് കണ്ടുപിടിക്കാം? ഡയമീറ്റർ അറിയാമെങ്കിൽ, വ്യാസം അറിയാമെങ്കിൽ നമുക്കിതിന്റെ എന്ത് കണ്ടുപിടിക്കാം? മിണ്ടാതിരിക്കുന്നത്. റേഡിയസ്, ആരം കണ്ടുപിടിക്കാം. എഴുതുക, റേഡിയസ് ഈക്വൽ ആരം സമം ആർ ഈക്വൽ d/2 ഈക്വൽ. ആനന്ദേ പറഞ്ഞു, ഡിയുടെ വില എത്ര? 4. 4/2 ഈക്വൽ എത്ര സെന്റിമീറ്റർ? 2. ഓക്കെ. അപ്പൊ സർക്കിളിന്റെ റേഡിയസ് കിട്ടി, വൃത്തത്തിന്റെ ആരം കിട്ടി. എങ്കിൽ ആനന്ദേ നമുക്ക് ഇതിന്റെ എന്ത് കണ്ടുപിടിക്കാം? ഏരിയ ആണോ? ഏരിയ. അപ്പൊ എഴുതുക, ഏരിയ പരപ്പളവേ സമം ഇക്വേഷൻ എന്തുവായിരുന്നു? πr². അങ്ങനെ π ഇൻറ്റു r സ്ക്വയർ 2 സ്ക്വയർ. അപ്പൊ π ഇൻറ്റു 2ന്റെ സ്ക്വയർ 4 ഈക്വൽ 4π. 4π സെന്റിമീറ്റർ സ്ക്വയർ. സ്ക്വയർ ആണ് ആരുടെ ഏരിയ, ആരുടെ പരപ്പളവ്? ആരുടെ? സർക്കിളിന്റെ. സർക്കിളിന്റെ. ഓക്കെ. സർക്കിളിന്റെ ഏരിയ, വൃത്തത്തിന്റെ പരപ്പളവ് കണ്ടുപിടിച്ചത് എല്ലാവർക്കും മനസ്സിലായോ? മനസ്സിലായി സാർ. ഓക്കെ. അഭിനവേ, പറഞ്ഞു സാർ. എങ്കിൽ നമുക്ക് അടുത്തതായിട്ട് ആരുടെ കാര്യത്തിലേക്ക് പോകാം? ഹെക്സഗൺ. ഹെക്സഗണോ? അടുത്ത പടത്തിൽ ആരാ ഉള്ളേ? സ്ക്വയർ. മലയാളം എഴുതുക, സമചതുരം. ഇംഗ്ലീഷ് മീഡിയക്കാര് സ്ക്വയർ. അഭിനവേദന്റെ ഈ പടത്തിൽ കൊടുത്തിരിക്കുന്ന 4 സെന്റിമീറ്റർ നീളമുള്ള വര ആ സ്ക്വയറിന്റെ, ആ സമചതുരത്തിന്റെ ആരാണ്? എഴുതുക, ഡയഗണൽ ഈക്വൽ വികർണം സമം ഡി ഈക്വൽ എത്ര സെന്റിമീറ്റർ?
എത്ര Four സെന്റിമീറ്റർ? centimeter. ഓക്കെ, Four നമ്മള് ഇറാഷണൽ നമ്പർ എന്ന് പറയുന്ന പാഠത്തിൽ പഠിച്ചിട്ടുണ്ട്. സ്ക്വയറിന്റെ ഒരു സൈഡും സമചതുരത്തിന്റെ ഒരു വശവും അതിന്റെ ഡയഗണൽ വികർണത്തിന്റെ നീളവും തമ്മിലുള്ള ഒരു ബന്ധം ആർക്കെങ്കിലും പറയാമോ? ഒന്നുകൂടെ, സമചതുരത്തിന്റെ ഒരു വശം സ്ക്വയറിന്റെ ഒരു സൈഡും അതിന്റെ ഡയഗണൽ വികർണത്തിന്റെ നീളവും തമ്മിലുള്ള ഒരു ബന്ധം നമ്മൾ ഇറാഷണൽ നമ്പറിനകത്ത് പഠിച്ചിട്ടുണ്ട്. ചില കണക്കുകളൊക്കെ ഉപയോഗിച്ചിട്ടുമുണ്ട്. ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? √2a എന്ത് is equal to? ഡയഗണൽ. എഴുതുക. d is equal to √2a. എഴുതുക. d is equal to √2a. അപ്പൊ ഇവിടെ d യുടെ വില എത്ര? d യുടെ വില എത്ര? 4 ഈക്വൽ √2a. അങ്ങനെയാണെങ്കിൽ എയുടെ വില എന്ത് വരും അഭിനവേ? √2 -4. 4 കിട്ടാൻ √2ഉം എയും കൂടെ ഗുണിക്കണം. അങ്ങനെയാണെങ്കിൽ എ കിട്ടാൻ എന്താ മാർഗം? √2/4. ഒന്നുകൂടെ ആലോചിച്ച് നോക്കിക്കേ. 4 കിട്ടാൻ √2ഉം എയും കൂടെ ഗുണിക്കണം. അങ്ങനാണെങ്കിൽ എ കിട്ടാൻ എന്താണ് മാർഗം? സിമ്പിൾ ഐഡിയ അല്ലേ? എന്തോ മാർഗം? 4 അഭിനവേ 4/√2. ഓക്കെ, ഈ എ ആരാ അഭിനവേ? One side. അപ്പൊ എഴുതുക. 1 സൈഡ് ഈക്വൽ ഒരു വശം സമം എ ഈക്വൽ 4/√2 സെന്റിമീറ്റർ. അപ്പോൾ നമ്മുടെ സ്ക്വയറിന്റെ സമചതുരത്തിന്റെ ഒരു വശത്തിന്റെ നീളം, ഒരു സൈഡിന്റെ ലെങ്ത് കിട്ടിയില്ലേ അഭിനവേ? കിട്ടി. ഗോപികെ, അങ്ങനാണെങ്കിൽ നമുക്ക് ഈ സ്ക്വയറിന്റെ സമചതുരത്തിന്റെ എന്ത് കണ്ടുപിടിക്കാം? എഴുതുക. ഏരിയ ഈക്വൽ പരപ്പളവേ സമം എന്തുവായിരുന്നു സ്ക്വയറിന്റെ ഏരിയ സമചതുരത്തിന്റെ പരപ്പളവ്? ഗോപികെ, സമചതുരത്തിന്റെ ഏരിയ സ്ക്വയറിന്റെ പരപ്പളവ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ? അഭയദേവേ, സ്ക്വയറിന്റെ ഏരിയ സമചതുരത്തിന്റെ പരപ്പളവ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ? സ്ക്വയറിന്റെയോ സമചതുരത്തിന്റെയോ? സമചതുരത്തിന്റെ സ്ക്വയറിന്റെ ഏരിയ പരപ്പളവ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ? a സ്ക്വയർ ഈക്വൽ എയുടെ വില, എയുടെ വില 4/√2. 4/√2ന്റെ സ്ക്വയർ. എങ്ങനെയാണ് ഇതിന്റെ സ്ക്വയർ കണ്ടുപിടിക്കുന്നത്? ഫസ്റ്റ് 4ന്റെ സ്ക്വയർ എടുക്കണം. ആദ്യം 4ന്റെ സ്ക്വയർ എടുക്കണം, 16 എന്ന് കിട്ടും. പിന്നെ √2ന്റെ സ്ക്വയർ എത്ര കിട്ടും? 2. 16/2 എത്ര? 8. അപ്പൊ 8 സെന്റിമീറ്റർ സ്ക്വയർ ആണ് ആരുടെ ഏരിയ, ആരുടെ പരപ്പളവ്? സ്ക്വയറിന്റെ. ഇനി നമ്മളോട് കണ്ടുപിടിക്കാൻ ആവശ്യപ്പെട്ടേക്കുന്നത് രണ്ടു പേരുടെ ഏരിയ തമ്മിലുള്ള പരപ്പളവുകൾ തമ്മിലുള്ള വ്യത്യാസമാണ്. ആരുടെയൊക്കെ ഏരിയയാണ് കീർത്തനെ? സർക്കിളിന്റെയും സ്ക്വയറിന്റെയും വൃത്തത്തിന്റെയും സമചതുരത്തിന്റെയും പരപ്പളവുകൾ തമ്മിലുള്ള ഏരിയ തമ്മിലുള്ള ഡിഫറൻസ് അല്ലേ കണ്ടുപിടിക്കേണ്ടത്? അപ്പൊ എഴുതുക.
ഡിഫറൻസ് ഇൻ ഏരിയ, പരപ്പളവുകൾ തമ്മിലുള്ള വ്യത്യാസം. ഡിഫറൻസ് ഇൻ ഏരിയ, പരപ്പളവുകൾ തമ്മിലുള്ള വ്യത്യാസം. എഴുതിയോ? എഴുതിയോ? എഴുതി സാർ. ഏതിന്റെ ഏരിയയിൽ നിന്ന് ഏതിന്റെ ഏരിയ കുറയ്ക്കണം? ഏതിന്റെ പരപ്പളവിൽ നിന്ന് ഏതിന്റെ പരപ്പളവ് കുറയ്ക്കണം കീർത്തനെ? സർക്കിളിന്റെ ഏരിയ നിന്ന് സ്ക്വയറിന്റെ ഏരിയ കുറയ്ക്കണം. എന്താ കീർത്തന അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ കാര്യം? അത് നേരത്തെ ചെയ്ത കണക്കിലൊന്നുമില്ല. അങ്ങനല്ല, നമ്മുടെ ഫിഗർ നോക്കിക്കേ. ഏറ്റവും വെളിയിലുള്ള ആളാരാ? സർക്കിള്. അപ്പൊ അയാൾക്കായിരിക്കത്തില്ലേ ഏരിയ പരപ്പളവ് കൂടുതൽ ഉണ്ടാകുന്നത്? ആ, അതിനകത്തല്ലേ ആര് വരുന്നത്? സ്ക്വയർ വരുന്നത്. അപ്പൊ അയാളുടെ ഏരിയ എന്തായിരിക്കും? കുറവായിരിക്കും. കുറവായിരിക്കും. അപ്പൊ കൂടുതൽ ഏരിയ ഉള്ളതിൽ നിന്ന് ചെറിയ കുറഞ്ഞ ഏരിയ കുറയ്ക്കണം. അപ്പൊ എഴുതിക്കോളൂ. ഈസ് ഈക്വൽ ടു, ഞാൻ പറയുന്ന പോലെ എഴുതണം, ഏരിയ ഓഫ് ദി സർക്കിൾ, മലയാളത്തിൽ വൃത്തത്തിന്റെ പരപ്പളവ്. ഏരിയ ഓഫ് ദി സർക്കിൾ, മലയാളത്തിൽ വൃത്തത്തിന്റെ പരപ്പളവ്. എഴുതിയോ? മൈനസ് പറഞ്ഞോ, ഏരിയ ഓഫ് ദി സ്ക്വയർ, സമചതുരത്തിന്റെ പരപ്പളവ്. എഴുതിയോ? എഴുതിയോ? ഓക്കെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ കീർത്തനെ, നമ്മുടെ സർക്കിളിന്റെ ഏരിയ, വൃത്തത്തിന്റെ പരപ്പളവ് എത്ര ആയിരുന്നു? 4π സെന്റിമീറ്റർ സ്ക്വയർ. അപ്പൊ 4π മൈനസ് സ്ക്വയറിന്റെ ഏരിയ, വൃത്തത്തിന്റെ സമചതുരത്തിന്റെ പരപ്പളവ് 8π സെന്റിമീറ്റർ. 8π ഉണ്ടോ? ഇല്ല 8π. 8 ഉള്ളൂ. ഇനി അതിന്റെ അവസാന സെന്റൻസ് ഒന്ന് വായിച്ചേ. ചോദ്യത്തിന്റെ അവസാന സെന്റൻസ് കണ്ടോ കീർത്തനെ? ആ ക്വസ്റ്റ്യനിലെ എന്തോ വായിച്ചേ? കറക്റ്റ് അപ് ടു ഡെസിമൽ പ്ലേസസ്. കറക്റ്റ് അപ് ടു 2 ഡെസിമൽ പ്ലേസസ്. എത്ര ഡെസിമൽ പ്ലേസിന് കറക്റ്റ് ആയിട്ട് എഴുതണം? 2. അപ്പൊ എഴുതുക, ഈസ് ഈക്വൽ ടു 4 ഇൻറ്റു പൈയുടെ വില എത്ര? പൈയുടെ വില എത്ര? 3.14 മൈനസ് 8. അപ്പൊ വേണ്ടേ 4 ഇൻറ്റു 3.14 ചെയ്യണം. എങ്ങനെ ചെയ്യും എന്നൊന്ന് പറഞ്ഞേ കീർത്തനെ. 314 ഇൻറ്റു 4. ഒന്ന് കുറിച്ച് പറഞ്ഞേ. 314 ഇൻറ്റു 4 എത്ര വരുമെന്ന്? 314 ഇൻറ്റു 4 എത്ര വരുമെന്ന്? 1256. 1256 ഗുണിച്ചപ്പോൾ എല്ലാവർക്കും ഈ ഉത്തരമാണോ കിട്ടിയത്? ആണ് സാർ. എത്ര സ്ഥാനം മാറ്റി കുത്തരണം കീർത്തനെ? 2 സ്ഥാനം പറഞ്ഞാട്ടെ. 12.56. അപ്പൊ 12.56 മൈനസ് 8 എന്തോ? അപ്പൊ ഇതിന്റെ സൈഡിലോട്ട് മാറ്റി നമുക്കൊന്ന് കുറയ്ക്കാം. 12.56 മൈനസ് 8.00 ആണോ? അപ്പൊ നമുക്ക് കുറയ്ക്കാം. പറഞ്ഞേ. 6 5 8 4 12 അല്ലേ? അപ്പൊ 4.56 യൂണിറ്റ് പറഞ്ഞേ. സെന്റിമീറ്റർ സ്ക്വയർ. രണ്ടാമത്തെ എ പാർട്ട് എല്ലാവർക്കും മനസ്സിലായോ? മനസ്സിലായി സാർ. എല്ലാവരും വായിച്ചു നോക്കുക. ഡൗട്ട് ഉണ്ടെങ്കിലും പറയണം, ഡൗട്ട് ഇല്ലെങ്കിലും പറയണം. എങ്കിൽ നമുക്ക് അതിന്റെ സെക്കൻഡ് പാർട്ടിലേക്ക് പോകാം.
പോകാം സാർ. ഓക്കെ, അവിടെ ഒരു ഫിഗർ കൊടുത്തേക്കുന്നുണ്ടോ? അത് നിങ്ങൾ 2ന്റെ ബി എന്ന് പറഞ്ഞുകൊണ്ട് എഴുതിക്കേ. 2ന്റെ ബി, 2ന്റെ ബി പാർട്ട്, 2ന്റെ ബി പാർട്ട്. രണ്ടിന്റെ ബി പാർട്ട്. No. പടം വരച്ചു കഴിഞ്ഞോ? വരച്ചു സാർ. ഓക്കെ, അപ്പൊ രണ്ടാമത്തെ പടത്തിനകത്തിൽ അഗ്നിദേവിന് എന്തൊക്കെ കാണാൻ പറ്റുന്നുണ്ട്? ഞാൻ ഈ വരച്ചേക്കുന്ന പടം നോക്കണ്ട, കാരണം ഇത് നമ്മള് പിന്നെ ഈ പെൻറ്റാബ് ഉപയോഗിച്ച് വരയ്ക്കുമ്പോൾ നമുക്ക് അത്ര പെർഫെക്ഷനോടുകൂടി വരയ്ക്കാൻ പറ്റത്തില്ല. അഗ്നിദേവോ? അല്ല, അഗ്നിദേവ് അല്ലല്ലോ, നമ്മുടെ അഭയദേവ് ഉണ്ടോ? ഉണ്ട് സാർ. ആ, അഭയദേവന് മുമ്പ് വിളിച്ചായിരുന്നു. കൃഷ്ണജിത്തെ, സാർ. ആ കൃഷ്ണജിത്തെ, ഈ പടത്തിനകത്തിൽ എന്തൊക്കെയുണ്ട്? പുസ്തകത്തിലെ പടം നോക്കി പറഞ്ഞാൽ മതി. പുസ്തകത്തിലെ പടത്തിൽ നോക്കിയിട്ട് പറഞ്ഞാൽ മതി. ആദ്യം ഏറ്റവും വെളിയിൽ കാണുന്നയാള് സർക്കിൾ. സർക്കിൾ. ഓക്കെ, അതിനകത്ത് ആരെ കാണുന്നുണ്ട്? ഹെക്സഗൺ. ആ, എന്ത് ഹെക്സഗൺ? ക്വസ്റ്റ്യൻ അതൊരു വാക്കുണ്ടായിരുന്നു, റെഗുലർ പോളിഗൺ. അപ്പൊ എന്താ പറയണം? റെഗുലർ ഹെക്സഗൺ. എന്താ പറയണം? റെഗുലർ ഹെക്സഗൺ. ആ, അപ്പൊ ഇനി പറഞ്ഞ ഈ പടത്തിനകത്തിൽ എന്തൊക്കെയുണ്ട്? സർക്കിളും റെഗുലർ ഹെക്സഗൺ. ആ, ഇവരുടെ രണ്ടുപേരുടെ മലയാളത്തിൽ പറഞ്ഞ വൃത്തവുമുണ്ട്, സമഷഡ്ഭുജവുമുണ്ട്. അപ്പോ ഇവരുടെ രണ്ടുപേരുടെയും ഏരിയ, പരപ്പളവുകൾ തമ്മിലുള്ള എന്ത് കണ്ടുപിടിക്കണം? ഡിഫറൻസ് കണ്ടുപിടിക്കണം, വ്യത്യാസം കണ്ടുപിടിക്കണം. ആ, എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചേ. നമ്മൾ ഇതുപോലെ ഒരു കണക്ക് നേരത്തെ പഠിച്ചിട്ടുണ്ട്. അന്ന് ചെയ്ത ഐഡിയ ആർക്കെങ്കിലും ഓർമ്മയുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞാട്ടെ. ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ആയിട്ട്. ആ, നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടല്ലേ. നമ്മൾ വേണ്ടേ ഈ റെഗുലർ ഹെക്സഗണിനെ, ഈ സമഷഡ്ഭുജത്തിന് നമ്മൾ എ ബി സി ഡി ഇ എഫ് എന്ന് പേര് കൊടുക്കുന്നു എന്ന് വിചാരിക്കാം. നിങ്ങൾ പടത്തിൽ പേര് കൊടുത്തേ. പേര് കൊടുത്തോ? കൊടുത്തു സർ. രണ്ട്, ഈ സർക്കിളിന്റെ സെന്ററിന്, വൃത്തത്തിന്റെ കേന്ദ്രത്തിന് O എന്ന് പേര് കൊടുക്കുക. പേര് കൊടുത്തോ? ആ, ഇനി നമ്മൾ ആരെയൊക്കെ യോജിപ്പിക്കുന്നു? OA യോജിപ്പിക്കുന്നു, OB യോജിപ്പിക്കുന്നു, OC യോജിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഇനി യോജിപ്പിക്കേണ്ട OD യോജിപ്പിക്കുന്നു, OC യോജിപ്പിക്കുന്നു, OF യോജിപ്പിച്ചിട്ടുണ്ട്. ഇത്രയും പേരെ യോജിപ്പിച്ചോ? നിങ്ങള് യോജിപ്പിച്ചോ? യോജിപ്പിച്ചു സാർ. അപ്പോ നമുക്ക് എന്ത് കിട്ടി ഗോകുലേ? ഗോകുലേ, ആ പടത്തിനകത്തിൽ ഇത്രയൊക്കെ ചെയ്തു കഴിഞ്ഞപ്പോ നമുക്ക് എന്ത് കിട്ടി? ത്രികോണം. ആ, എന്ത് ത്രികോണം? ഗോകുൽ വരുന്നതിന് മുമ്പ് പഠിപ്പിച്ചാന്ന് തോന്നുന്നു. ആ, നേരത്തെ ഉണ്ടായിരുന്ന ആരെങ്കിലും ഒന്ന് പറഞ്ഞേ. കൃഷ്ണാഞ്ജലി ഉണ്ടായിരുന്നോ? കൃഷ്ണാഞ്ജലിക്ക് അറിയാമോ ഇപ്പൊ എന്തോ കിട്ടിയേക്കുന്നതെന്ന്? കൃഷ്ണാഞ്ജലി, കൃഷ്ണാഞ്ജലി ഇല്ല. അമൃത, ഇപ്പൊ നമുക്ക് ആ ഫിഗറിൽ നിന്ന് മറ്റെന്തെങ്കിലും രൂപം കിട്ടുന്നുണ്ടോ? ഇക്വലാറ്റർ ട്രയാങ്കിൾ കിട്ടുന്നുണ്ട്, സമഭുജ ത്രികോണം കിട്ടുന്നുണ്ട്. എത്ര എണ്ണം? 6 എണ്ണം. അപ്പൊ അതായത് നമ്മുടെ ചോദ്യത്തിൽ ഉണ്ടായിരുന്ന റെഗുലർ ഹെക്സഗണിനെ, സമഷഡ്ഭുജത്തിനെ നമ്മള്
എന്താക്കി മാറ്റി? equilateral triangle. എത്ര ഇക്വലാറ്റർ ട്രയാങ്കിൾ, എത്ര സമഭുജ ത്രികോണമാക്കി മാറ്റി? 6 equilateral triangle. ഓക്കെ. ഈ പടത്തിനകത്തിൽ എഫ് സി എന്ന് പറയുന്നൊരു വര കണ്ടോ? എഫ് സി അല്ലെങ്കിൽ സി എഫ്, കണ്ടു സർ. അത് എത്ര സെന്റിമീറ്റർ ഉണ്ട്? 4 cm. അങ്ങനെയാണെങ്കിൽ ഈ ഒ എഫും ഒ സിയും ഒക്കെ എത്ര വരും? 2 സെന്റിമീറ്റർ. അപ്പൊ അവിടെ എല്ലാം ഒന്ന് എഴുതിക്കേ. 2 സെന്റിമീറ്റർ, 2 2 2 2 2 2, ഇതെല്ലാം എത്ര സെന്റിമീറ്റർ ആയിരിക്കും? 2 സെന്റിമീറ്റർ. നമ്മുടെ ഈ 2 സെന്റിമീറ്റർ എന്ന് പറയുന്നത് നമ്മുടെ സർക്കിളിന്റെ ആരാണ്? വൃത്തത്തിന്റെ ആരാണ്? റേഡിയസ്. അപ്പൊ എഴുതുക റേഡിയസ് ഈക്വൽ ആര്. നമ്മൾ ആദ്യം എഴുതണം സർക്കിൾ, വൃത്തം. സർക്കിൾ, വൃത്തം. റേഡിയസ് ഈക്വൽ ആരം സമം ആർ ഈക്വൽ എത്ര? 2 സെന്റിമീറ്റർ. അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിന്റെ ഏരിയ, പരപ്പളവ് കണ്ടുപിടിക്കാമല്ലോ. പറഞ്ഞാട്ടെ. അപ്പൊ പൈ ഇൻറ്റു 2 സ്ക്വയർ. അപ്പൊ പൈ ഇൻറ്റു 2ന്റെ സ്ക്വയർ എത്ര? ഈക്വൽ 4 പൈ സെന്റിമീറ്റർ സ്ക്വയർ. നമുക്ക് ഇവിടെ ഇത് ഗുണിച്ചങ്ങ് പോകാം. 4 ഇൻറ്റു പൈയുടെ വില 3.14. അപ്പൊ ഇത് ഗുണിച്ചിട്ട് അമൃത ഉത്തരം പറഞ്ഞ എത്ര വരുമെന്ന്? എത്ര? 12.56 ആണോ? ബാക്കിയുള്ള കാര്യം പറയുന്നില്ലല്ലോ. എന്തോ 3.14 ഇൻറ്റു 4 12. ബാക്കിയൊന്നും പറഞ്ഞില്ല. ശരിയോ തെറ്റോ? ശരി സാർ. അപ്പൊ 12.56 യൂണിറ്റ് സെന്റിമീറ്റർ സ്ക്വയർ. സെന്റിമീറ്റർ സ്ക്വയർ. ഓക്കെ. അപ്പൊ നമ്മൾ സ്ക്വയറിന്റെ ഏരിയ, സർക്കിളിന്റെ ഏരിയ, വൃത്തത്തിന്റെ പരപ്പളവ് കണ്ടുപിടിച്ചു. അഭിരാമി ഒരു സെക്കൻഡ്. ലക്ഷ്മി പ്രിയെ, ഇനി അടുത്തതായിട്ട് എന്ത് കണ്ടുപിടിക്കണം? ലക്ഷ്മിപ്രിയ ഇല്ലയോ? അഭിരാമി, അടുത്തതായിട്ട് എന്ത് കണ്ടുപിടിക്കണം? ഹെക്സഗൺ ഏരിയ. അപ്പൊ എഴുതുക റെഗുലർ ഹെക്സഗൺ. റെഗുലർ ഹെക്സഗൺ, മലയാളത്തിൽ സമഷഡ്ഭുജം. ഇതിന്റെ ഒരു സൈഡ്, ഒരു വശം എത്ര ആണെന്ന് അറിയാമോ അഭിരാമി? 2 സെന്റിമീറ്റർ. വൺ സൈഡ് ഈക്വൽ എ ഈക്വൽ വൺ സൈഡ് ഈക്വൽ, ഒരു വശം സമം എ ഈക്വൽ 2 സെന്റിമീറ്റർ. എഴുതിയോ? എഴുതി സാർ. അങ്ങനെയാണെങ്കിൽ റെഗുലർ ഹെക്സഗണിന്റെ ഏരിയ, സമഷഡ്ഭുജത്തിന്റെ ഏരിയ, പരപ്പളവ് കണ്ടുപിടിക്കാൻ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. എന്തുവായിരുന്നു ഇക്വേഷൻ? ഓർമ്മയുണ്ടോ അഭിരാമി? അഭിരാമിക്ക് ഓർമ്മയുണ്ടോ? 6√3a²/4. ഈ √3a²/4 എന്തുവായിരുന്നു? ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ
ഇക്വലാറ്റർ ട്രയാങ്കിളിന്റെ സമഭുജ ത്രികോണത്തിന്റെ ഏരിയയാണ് പരപ്പളവാണ് എന്തെന്ന് പറയുന്നത് √3a²/4. അതിനെ എന്തിനാണ് 6 കൊണ്ട് ഗുണിക്കുന്നത് ഒരു സൈഡ് അങ്ങനെ എന്തോ ആണോ അപ്പൊ ഇച്ചിരി മുമ്പേ പറഞ്ഞല്ലോ പടത്തിൽ നോക്കിയാൽ മനസ്സിലാവും അതേലെ 6 എണ്ണം ചേരുമ്പോഴാണ് ഒരു ഹെക്സഗൺ ഒരു റെഗുലർ ഹെക്സഗൺ കിട്ടുന്നത് ഈക്വൽ വില പറഞ്ഞെഴുതിയാട്ടെ 6 × √3 × a എന്ന് പറയുന്ന ഒരു വശത്തിന്റെ നീളം എത്ര 2²/4. അപ്പോ 6 × √3 × 2² എന്ന് പറഞ്ഞാൽ 2 × 2/4 ആണോ വേണ്ടേ ഈ 2ഉം ഈ 4 വെട്ടിയാൽ 2 കിട്ടും ഈ 2ഉം ഈ 2 വെട്ടിപ്പോവും ആൻസർ cm². ഈക്വൽ 6 × √3 വില ഇതൊക്കെ നേരത്തെ പഠിപ്പിച്ചതാ 1.73. അപ്പൊ ഒന്ന് മൾട്ടിപ്ലൈ ചെയ്തിട്ട് പറഞ്ഞാട്ടെ 6 × 1.73. അല്ലേ 6 × 1.73. അപ്പൊ 6.73 അല്ലേ വരുന്നേ അതുകൊള്ള 6 × 1.73 ഗുണിക്കുമ്പോഴോ ഒരു മിനിറ്റ് ഗുണിക്കുമല്ലേ കൂട്ടിയാലും എങ്ങനെ 6.73 വരുന്നേ അല്ലല്ല നോക്കട്ടെ 10.38 എത്ര എല്ലാം കൊണ്ടും ഗുണിക്കണമല്ലേ നല്ല 6 കൊണ്ട് 10.38 cm². ഇതാണ് ആരുടെ ഏരിയ ആരുടെ പരപ്പളവ് മിണ്ടുന്നില്ല റെഗുലർ ഹെക്സഗണിന്റെ സമഷഡ്ഭുജത്തിന്റെ ഏരിയ പരപ്പളവ് ഇത് തമ്മിലുള്ള എന്ത് കണ്ടുപിടിക്കണം ഡിഫറൻസ് അപ്പൊ എഴുതുക ഡിഫറൻസ് ഇൻ ഏരിയ മലയാളത്തിൽ പരപ്പളവിലുള്ള വ്യത്യാസം ഡിഫറൻസ് ഇൻ ഏരിയ പരപ്പളവിലുള്ള വ്യത്യാസം പറഞ്ഞാട്ടെ ദേവിക ഉണ്ടോ ദേവിക പ്രവീൺ ഉണ്ടോ ദേവിക പ്രവീൺ ഉണ്ട് സർ എങ്ങനെ കണ്ടുപിടിക്കും ഡിഫറൻസ് വ്യത്യാസം ഏരിയ ഓഫ് ദി സർക്കിൾ മൈനസ് ഏരിയ ഓഫ് ദി റെഗുലർ ഹെക്സഗൺ എഴുതുക ഏരിയ ഓഫ് ദി സർക്കിൾ മലയാളത്തിൽ വൃത്തത്തിന്റെ പരപ്പളവ് ഏരിയ ഓഫ് ദി സർക്കിൾ വൃത്തത്തിന്റെ പരപ്പളവ് പറഞ്ഞോ മൈനസ് ഏരിയ ഓഫ് ദി റെഗുലർ ഹെക്സഗൺ ഏരിയ ഓഫ് ദി റെഗുലർ ഹെക്സഗൺ മലയാളത്തിൽ സമഷഡ്ഭുജത്തിന്റെ പരപ്പളവ് അപ്പോൾ നമ്മൾ ഏതിൽ നിന്ന് ഏത് കുറയ്ക്കണം ഇപ്പൊ നമ്മൾ പഠിച്ചനുസരിച്ചാണെങ്കിൽ സർക്കിളിന്റെ അതെത്രയായിരുന്നു അത് 4π അല്ല നമ്മൾ ഗുണിച്ചെഴുതിയായിരുന്നു ആൻസർ 12.56 12.56 മൈനസ് 10.38 ഇത് രണ്ടുകൂടെ സബ്ട്രാക്ട് ചെയ്തിട്ട് പറഞ്ഞേ രാധമ്മയുടെ വീട്ടോട്ട് 12.56 മൈനസ് 10.38 കുറച്ചിട്ട് ഉത്തരം പറയുക 2.18
2.18. ആരാ പറഞ്ഞേ? ആനന്ദ്. ആനന്ദിന്റെ അഭിപ്രായത്തോട് നിങ്ങൾ യോജിക്കുന്നോ വിയോജിക്കുന്നോ? യോജിക്കുന്നു. നോക്കട്ടെ. 12.56 മൈനസ് 10.38. ആൻസർ എത്ര? ആരും ഇട്ടുന്നില്ല. 2.18 സെന്റിമീറ്റർ സ്ക്വയർ. എഴുതിയോ എല്ലാരും? എഴുതി. വായിച്ചു നോക്കുക. ഡൗട്ട് ഉണ്ടെങ്കിലും പറയണം, ഡൗട്ട് ഇല്ലെങ്കിലും പറയണം. മനസ്സിലായി സർ. മനസ്സിലായി സർ. മനസ്സിലായി സർ. മനസ്സിലായി സാർ. ഓക്കെ. വേണ്ടേ? ആ മൂന്നാമത്തെ ചോദ്യം കണ്ടോ നിങ്ങള്? കണ്ടു സാർ. പറയുന്നത് ശ്രദ്ധിച്ചേക്കെ, ഇപ്പൊ ഒന്നും ചെയ്യണ്ട. അതിന് 2 ചോദ്യമുണ്ട്. അപ്പൊ നിങ്ങൾ ചെയ്യുമ്പോൾ 3ന്റെ എ 3ന്റെ ബി എന്നും പറഞ്ഞുകൊണ്ട് നാളത്തെ ക്ലാസ്സിൽ വരുമ്പോൾ അതെന്തായി ചെയ്തുകൊണ്ട് വരണം? ഹോംവർക്കായി. ഒന്നുമില്ല. 7ാം ക്ലാസ്സിൽ പഠിച്ച പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും നോക്കിയിട്ട് പറഞ്ഞേ. ഒന്നാമത്തെ പടം വെച്ചോണ്ടെന്ന് പറഞ്ഞേ. അതിനകത്ത് എന്തൊക്കെ കാണാൻ പറ്റുന്നുണ്ട്? മൂന്നാമത്തെ പടത്തിനകത്ത് സ്ക്വയർ. അപ്പൊ സ്ക്വയറിന്റെ എല്ലാ സൈഡ്സും 3 സെന്റിമീറ്റർ. അപ്പൊ പൈതഗോറസ് തിയറം വെച്ച് വരച്ചങ്ങനെ ചെയ്യണം. വരയ്ക്കുമ്പോൾ നമുക്കൊരു ഡയഗണൽ കിട്ടും, വികർണം കിട്ടും. ആ ഡയഗണൽ വികർണം എന്ന് പറയുന്നത് നമ്മുടെ സ്ക്വയറിന്റെ സർക്കിളിന്റെ വൃത്തത്തിന്റെ ആരായിരിക്കും? ഡയമീറ്റർ വ്യാസമായിരിക്കും. അതിന്റെ പകുതി എടുത്താൽ എന്ത് കിട്ടും? റേഡിയസ്. ഇതേ പരിപാടി തന്നെ രണ്ടാമത്തേനകത്തിൽ സ്ക്വയറിന് പകരം സമചതുരത്തിന് പകരം എന്ത് വന്നിരിക്കുന്നു? റെക്ടാങ്കിൾ. അവിടെയും പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്താൽ എന്ത് കിട്ടും? മിണ്ടുന്നില്ല. എന്ത് കിട്ടും? അതിന്റെ ഡയഗണൽ കിട്ടും, വികർണം കിട്ടും. ആ ഡയഗണൽ, ആ വികർണം എന്ന് പറയുന്നത് നമ്മുടെ സർക്കിളിന്റെ വൃത്തത്തിന്റെ ആരായിരിക്കും? ഡയമീറ്റർ വ്യാസമായിരിക്കും. അതിന്റെ പകുതി എടുത്താൽ എന്ത് കിട്ടും? അപ്പൊ വേണ്ട, ഈ മൂന്നാമത്തെ ചോദ്യം വരെയുള്ള ചോദ്യങ്ങളാണ് നിങ്ങൾക്ക് എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ ഇമ്പോർട്ടന്റ് ആയ ചോദ്യങ്ങൾ. എങ്കിലും ബാക്കി 3 ചോദ്യങ്ങൾ ഞാൻ നാളത്തെ ക്ലാസ്സിൽ എന്ത് ചെയ്യും? പഠിപ്പിക്കും. കൂടാതെ നമ്മുടെ പോളിനോമിയൽസ് എന്ന് പറഞ്ഞ പാഠമുണ്ടല്ലോ, പോളിനോമിയൽ. ആ പാഠത്തിൽ ആകെ 2 എക്സസൈസേ ഉള്ളൂ. അതും കൂടെ ഞാൻ നാളത്തെ ക്ലാസ്സിൽ എന്ത് ചെയ്യും? പഠിപ്പിക്കും. അപ്പോ നാളെ നിങ്ങൾ ക്ലാസ്സിന് വരുമ്പോ 4 മണിക്ക് ക്ലാസ് തുടങ്ങിയിട്ട് ഞാൻ രക്ഷകർത്താക്കളെ വിളിച്ചു പറഞ്ഞിട്ട് അവർ നിങ്ങളെ വിളിക്കാൻ വരാൻ പറഞ്ഞാൽ മതി കേട്ടോ. ഓക്കെ സാർ. ശരി. അപ്പോൾ ഒരു സെക്കൻഡ് ഞാൻ റെക്കോർഡിംഗ് ഒന്ന് സ്റ്റോപ്പ് ചെയ്തോട്ടെ.